അത്രയും കേട്ട് ബാലനും ഉണ്ണിയും തരിച്ചു നിന്നു. അന്ന് തന്നെ ബാലൻ അവന് ബോധം വന്ന കാര്യവും അവനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്ന കാര്യവും സുമയെ വിളിച്ചറിയിച്ചു. അതറിഞ്ഞ അമ്മു വളരെ സന്തോഷത്തിലാണ്. അവന് നിസാര പരിക്കുകൾ മാത്രമുള്ളൂ എന്ന വിശ്വാസത്തിലാണ് അമ്മു. അവന് ചലനവും ബുദ്ധിയും നഷ്ടമായ കാര്യം അറിയാതെ അവൻ്റെ വരവിനായി അവൾ കാത്തിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കയറി അപ്പുവിനെ ബാലസുമ മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെ ഉണ്ണിയും ബാലനുമുണ്ട്. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ തൊട്ട് അവരെ കാത്തിരിക്കുകയാണ് അമ്മു. അവൻ്റെ അവസ്ഥ അറിഞ്ഞാൽ അവൾ ഇനി എങ്ങനെ അതിനോട് പൊരുത്തപ്പെടും എന്ന ഭയം സുമയെയും ഉണ്ണിയെയും ബാലനെയും അലട്ടിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സുമ പകച്ചു നിൽക്കുകയാണ്. അപ്പുവിനെയും കൊണ്ടുവന്ന ആംബുലൻസ് ബാലസുമ മന്ദിരത്തിൻ്റെ പടിവാതിൽക്കലെത്തി. ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടതും അമ്മു അകത്തുനിന്ന് ഓടി വന്നു. കൂടെ സുമയും. നഴ്സുമാർ 2 പേർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവനെ കിടത്തിയ സ്ട്രെച്ചർ വണ്ടിയിൽ നിന്നിറക്കി മുറ്റത്തേക്ക് വെച്ചു. അമ്മു ഓടി വന്നു. അപ്പേട്ടാ, എന്നെ നോക്ക്. എത്ര ദിവസമായി നേരിൽ നമ്മൾ കണ്ടിട്ട്. എനിക്ക് സന്തോഷമായി. ഇപ്പോഴെങ്കിലും അപ്പേട്ടനെ കണ്ടല്ലോ. അവൾ അത്രയും പറഞ്ഞിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അപ്പു അങ്ങനെ കിടക്കുകയാണ്. അവൾക്കെന്തോ സ്വരച്ചേർച്ചയില്ലാത്തതുപോലെ തോന്നി. അപ്പേട്ടാ, എന്നെ ഒന്ന് നോക്ക്. അതും പറഞ്ഞ് അവൾ അവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകൾ നേർദിശയിൽ തന്നെയായിരുന്നു. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അപ്പേട്ടാ, എന്നെ ഒന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ആഞ്ഞു കുലുക്കി. മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലനും സുമയും അവളെ പിടിച്ചു മാറ്റി. സ്ട്രക്ചർ ഉന്തിക്കൊണ്ട് നഴ്സുമാർ റൂമിലേക്ക് അവനെയും കൊണ്ടുപോയി. അവർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ ഉണ്ണിയും അവർക്കൊപ്പം പോയി. മോളെ അമ്മു, അവൻ ഇനി ജീവനുണ്ടെന്നേ ഉള്ളൂ. ഇനി പഴയതുപോലെ അവൻ തിരികെ വരില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്ങനെയൊക്കെയോ അത്രയും പറഞ്ഞ് ബാലൻ അകത്തേക്ക് നടന്നു. അത് കേട്ടതും അമ്മു സുമയുടെ ദേഹത്തൂടെ കുഴഞ്ഞു വീണു. ബാലേട്ടാ! സുമ അയാളെ വിളിച്ചു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മു സുമയുടെ ദേഹത്താണ്. അയാൾ ഓടി വന്നു. ശേഷം അവളെ പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി. അവളുടെ മുഖത്തേക്ക് അല്പം വെള്ളം തെളിച്ചപ്പോൾ അവൾക്ക് ബോധം വന്നു. കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ഉണ്ണിയേട്ടാ, അപ്പുവേട്ടാ എന്നവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളെ സുമ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. അപ്പുവിനെ സ്ട്രെച്ചറിൽ നിന്ന് കട്ടിലേക്ക് കടത്തിയതിന് ശേഷം നഴ്സുമാർ ആംബുലൻസിൽ കയറി തിരികെ പോയി. അമ്മു പതിയെ ആ റൂമിലേക്ക് ചെന്നു. മരവിച്ച് കിടക്കുന്ന അവൻ്റെ ശരീരം നോക്കി അവൾ ഒരുപാട് നേരം വിതുമ്പി. അപ്പോഴും അവൻ മിഴികൾ തുറന്ന് അങ്ങനെ കിടക്കുകയാണ്. യാതൊരു വ്യത്യാസവും അവന് വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ണുകൾ തുറക്കും, അത്രമാത്രം. അന്ന് രാത്രി ഒരുപാട് നേരം അവൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു. അന്ന് രാത്രി സുമ അപ്പുവിൻ്റെ അടുത്ത് കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചില്ല. അവൾ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലായി കിടക്കാനായി നിന്നു. അപ്പുവേട്ടാ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. അതും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പുവേട്ടനും ഞാനും കാത്തിരുന്ന രാത്രി, പക്ഷേ വിധി. അതും പറഞ്ഞ് അവൾ വിതുമ്പി. അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. അവനുള്ള കഞ്ഞി ജ്യൂസാക്കി അടിച്ച് അവൾ ട്യൂബിലൂടെ അവന് ഭക്ഷണം കൊടുത്തു, മരുന്നും കൊടുത്തു. അവൾ മെല്ലെ കെട്ടിപ്പുണർന്നു. അവളുടെ താലിയിലേക്ക് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദേ അപ്പുവേട്ടാ, നിങ്ങൾ എൻ്റെ കഴുത്തിൽ ചാർത്തി തന്ന താലിയാണിത്. ഇതിലേക്കൊന്ന് നോക്കിക്കേ. അവൾ അതും പറഞ്ഞ് അവന് നേരെ അവളുടെ കഴുത്തിലെ താലി കാണിച്ചു കൊടുത്തു. പക്ഷേ യാതൊരു വ്യത്യാസവും അവൾക്ക് അവനിൽ കാണാൻ സാധിച്ചില്ല. അവൻ്റെ അരികിൽ ഒരുപാട് നേരം അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴോ അവനരികിൽ അവൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അവളുടെ നെറ്റിയിൽ അവൾ സിന്ദൂരം ചാർത്തി. അടുക്കള ലക്ഷ്യമിട്ട് അവൾ നടന്നു. അവന് വേണ്ട മരുന്നുകളെല്ലാം അവൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത്. അവന് വേണ്ടി കുറച്ച് വെള്ളം കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. ശേഷം പൈപ്പിലൂടെ അവൾ വെള്ളം അവന് പകർന്നു കൊടുത്തു. അവൾ പതിയെ അവൻ്റെ മുടിയിഴകളിൽ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ട്. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കയ്യിൽ നനവ് പടർത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സുമ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. മോളെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതോർത്ത് ഇങ്ങനെ കരയുകയല്ല വേണ്ടത്. അതിനെ തരണം ചെയ്യാനാണ് നോക്കേണ്ടത്. അതും പറഞ്ഞ് സുമ അവരുടെ കണ്ണുകളും തുടച്ചു. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എനിക്ക് മാത്രമല്ലേ നഷ്ടം മുഴുവൻ. എത്ര സ്വപ്നങ്ങളാണെന്ന് അറിയോ
ഞാനും അപ്പുവേട്ടനും നെയ്തുണ്ടാക്കിയത് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി ഒരു നിമിഷം കൊണ്ട്. ഏട്ടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. അതും പറഞ്ഞ് ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് നടന്നു. അവളുടെ സങ്കടം കണ്ടപ്പോൾ സുമയ്ക്കും വല്ലാതെ സങ്കടമായി. അവർ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒരു മാറ്റവുമില്ലാതെ അപ്പുവിൻ്റെ അവസ്ഥയും തുടർന്നു. കൂടെ കൂടെ അവന് ഛർദിയുണ്ടാവും. അതെല്ലാം ഒരറുപ്പും വെറുപ്പും ഇല്ലാതെ അവൾ ക്ലീൻ ചെയ്യും. അവനെ നല്ലതുപോലെ അവൾ നോക്കി. അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും അവൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അവന് പാമ്പേഴ്സ് യൂസ് ചെയ്തതെല്ലാം വൃത്തിയാക്കൽ അമ്മു തന്നെയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെ അവൾ അവനെ നോക്കി. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ വൃത്തിയായി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും നേരത്തെ അവൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് മാത്രമായിരുന്നു അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ അവൾ പോകാറുള്ളൂ. അവളുടെ ജീവിതം അവൻ മാത്രമായി ഒതുങ്ങി. അവൻ്റെ അരികിലിരുന്നു കൊണ്ട് അവൾ പുസ്തകങ്ങളെല്ലാം വായിച്ചു കൊടുത്തു. അവൻ്റെ ശ്രദ്ധ അവളിലേക്ക് തിരിക്കാൻ അവൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അതെല്ലാം വിഫലമായിരുന്നു. ജീവിതത്തിലേക്ക് തിരികെ അവനെ കൊണ്ടുവരാൻ അവൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അവളുടെ മുഴുവൻ ശ്രദ്ധയും അവനിലേക്കായി ഒതുങ്ങി. അവൻ്റെ മുഖം കാണും തോറും അവളുടെ ഉള്ളിൽ വല്ലാത്ത നീറ്റലാണ്. അവൻ്റെ നെറ്റിയിൽ എന്നും ചെന്ന് അവൾ മുത്തം നിൽക്കും. അവൾക്കുള്ളിൽ പ്രതീക്ഷയുണ്ട്, അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അതിനുവേണ്ടി അവൾ എന്നും അവനെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യിപ്പിക്കും. മരുന്ന് നേരത്തിന് കൊടുക്കും. അവൾ അവനെ പൊന്നുപോലെ നോക്കി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി ഉണ്ണി അച്ഛനോടും അമ്മയോടും അവന് കോളേജ് തുറക്കാനായിട്ടുണ്ട്, അവന് പോവുകയാണ് എന്ന് പറഞ്ഞു. അവർക്ക് അത് സമ്മതിക്കേണ്ടതായും വന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൻ അവരോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. ബാലസുമാ മന്ദിരം വല്ലാതെ വാടി ഉണങ്ങിയ അവസ്ഥയിലായി. ആരും കളി പറയാനും തമാശ പറയാനുമില്ലാതെ. 2 വർഷങ്ങൾ പിന്നിട്ടു അവൻ ആ കിടപ്പ് തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു മാറ്റവും അവനിലുണ്ടായില്ല. മരണതുല്യമായിരുന്നു അവൻ്റെ ആ കിടപ്പ്. ജീവിതത്തോട് മല്ലടിച്ച് അമ്മു ആ വീട്ടിൽ തന്നെ തുടർന്നു. ബാലനും സുമയും പണ്ടത്തേക്കാൾ അവശനിലയിലായി. അവൻ്റെ കാര്യം ആലോചിച്ച് മനസ്സ് വേദനിച്ച് അവരുടെ ആരോഗ്യത്തെയും ബാധിച്ചു. ഉണ്ണി ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരും. കുറച്ച് ദിവസം അവിടെ അവർക്കൊപ്പം താമസിച്ചു മടങ്ങും.